ഹലോ ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഒരു എന്താ പറയുക, ആവശ്യമില്ലാത്ത ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരാളെ അടിക്കുന്നത് കണ്ടതാണ്. ആൾക്കാർ കൂടിയിട്ട് അടിച്ചു, അത് കൊടുക്കേണ്ടതായിരുന്നു. കാരണം ഒരു ഇത്രയും വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും മുന്നോട്ടേക്ക് വന്നു. അതായത് അതിലും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ, കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ നൽകാം എന്ന രീതിയിൽ അവർ മുന്നോട്ടേക്ക് വന്നു. ആൾക്കാരെല്ലാം ഒരുപാട് എന്താ പറയുക, കൈനീട്ടി അല്ലെങ്കിൽ കൈ നീട്ടി സ്വീകരിച്ച ഒരു വാഗ്ദാനമായിരുന്നു അത്. കാരണം അവർ അതുപോലെ തന്നെ അവിടെ എത്തുകയും ചെയ്തു. അവിടെയും വേറെ സംഭവം ഉണ്ടായി. പക്ഷേ അവരൊരു കമൻ്റ് ഇട്ടതിൻ്റെ താഴെ മോശമായിട്ട് വേറൊരു രീതിയിൽ ഒരു മുതിർന്ന ആൾ അയാൾക്ക് എന്താ പറയുക മുലപ്പാൽ വേണമെന്നുള്ള രീതിയിൽ ഒരു കമൻ്റ് ഇട്ടു. അയാൾ ആ സമയത്ത് ചെയ്ത് വളരെ മോശമായ കാര്യം. ഇത്രയും വലിയ ദുരന്തത്തിനിടയിൽ അനാവശ്യമായിട്ടുള്ള ഒരു കമൻ്റായിരുന്നു അത്. ആ കമൻറ്റിന് അയാൾക്ക് കണക്കിന് കിട്ടി. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ നേരിട്ടും ആൾക്കാർ നല്ല രീതിയിൽ കൈവച്ചിട്ടുണ്ട്. അപ്പം വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അവരൊരു ആവശ്യം, അതായത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് പാല് നൽകാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞതനുസരിച്ച് 1-2 കോളുകൾ അവർക്ക് വന്നു. അവർ സ്പോട്ടിൽ ചെന്നപ്പോൾ അവരെ വിളിച്ച ആൾക്കാരുടെ നമ്പർ കിട്ടുന്നില്ല. അവരെ വെറുതെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിലാക്കി. കാരണം അവർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല, അവരുടെ കയ്യിൽ കൊടുക്കാൻ പണമോ അല്ലെങ്കിൽ സഹായിക്കാൻ മറ്റു കാര്യങ്ങളോ ഇല്ല. പക്ഷേ കൊടുക്കാൻ ഏറ്റവും നല്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് മുലപ്പാൽ നൽകാമെന്നും പറഞ്ഞ് മുന്നോട്ടേക്ക് വന്ന് അവരെ അവഹേളിക്കുന്ന ഒരു രീതിയും അവിടെ സംഭവിച്ചു. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ അയാൾക്കിട്ട് ചെയ്ത അയാളെ പിടിച്ച് നമ്മൾ അടിക്കുകയൊക്കെ ചെയ്തു. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ കൂടി പുള്ളിക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് മേലെ ആർക്കും എതിരെ ഒരു മോശം വാക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അയാൾക്കിട്ട് ചെയ്ത അതേ കാര്യം തന്നെ നമ്മൾ പല ആൾക്കാർ, ചിലപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ, നമ്മൾ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് മോശം കമൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ കൈകാര്യം ചെയ്ത് വിടുകയാണെങ്കിൽ പിന്നെ ഒരുപാട് നല്ല എന്താ പറയുക, ചീത്ത കമൻറ്റുകളൊന്നും ഒരിക്കലും പിന്നീട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ദുരന്ത സമയത്ത് അയാളുടെ വായിൽ നിന്ന് വീണ ആ വാക്കിൻ്റെ പേരിൽ നമ്മൾ രോഷം കൊണ്ട് അയാൾക്കിട്ട് അടിച്ചു. അത് കിട്ടേണ്ട അടി തന്നെ അയാൾക്കിട്ട് കൊടുത്തേ. അതുപോലെ തന്നെ അടി വാങ്ങാനും എന്താ പറയുക, നല്ല രീതിയിൽ ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടാനായിട്ട് അവകാശമുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. കാരണം വായി തോന്നുന്നു കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ചുമ്മാ ഒരു ആവശ്യമില്ല, അനാവശ്യമില്ല. അത് രാവിലെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണും, അത് എന്നാൽ ഇട്ടേക്കാം ഇങ്ങനെ ഒരു കമൻറ്റ് എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. പിടിച്ചിട്ട് 4 പൊട്ടിക്കേണ്ട അല്ലെങ്കിൽ പൊട്ടിയിൽ മേടിക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാരൊക്കെ നമ്മുടെ ജനങ്ങൾ അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചീത്ത കമൻറ്റുകൾ കുറേയും നിൽക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയാമെന്നോർത്താണ് ഞാൻ വന്നത്.